ആശുപത്രിയിലെ വൃത്തിഹീനമായ സാഹചര്യം കാരണം അണുബാധയുണ്ടായി നവജാത ശിശുക്കൾ മരിച്ച സംഭവം ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലം നൂറുകണക്കിന് കുട്ടികളാണ് ജനിച്ച് ലോകം കാണും മുമ്പേ മരണം വരിച്ചത്. നവജാത ശിശുമരണം വിവാദമായപ്പോൾ ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി അണുബാധയെ പ്രതിരോധിക്കാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും എല്ലാം പഴയതുപോലെ തന്നെയെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കുട്ടി ജനിച്ച് 12 ദിവസമായതേ ഉള്ളൂ. കിടക്കുന്നത് ആശുപത്രി വരാന്തയിൽ. വൃത്തിഹീനമായ ടോയ്ലറ്റും മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതും ഈ കുഞ്ഞു കിടക്കുന്നതിന്റെ പരിസരത്ത്. പനിബാധയെ തുടർന്ന് തൊട്ടടുത്തുള്ള 1-ാം വാർഡിൽ ചികിത്സയിലാണ് കുഞ്ഞിന്റെ അമ്മ. അല്ല, വേറെ കൊച്ചിനെ വേറെ സ്ഥലത്തൊന്നും കിടത്തില്ല. അത് അപ്പൊക്കെ നഴ്സറിയിലാണ് അവിടുത്തെ ഐസിയിലായിരുന്നു വെച്ച് കിടക്കാൻ സൗകര്യം. ഇവിടുത്തെ ഐസിയിൽ കുഞ്ഞുങ്ങളെ കൂടെ വെച്ച് കിടക്കാനുള്ള സൗകര്യം കുറവുണ്ട്. ഇത്തരത്തിൽ നിരവധി നവജാത ശിശുക്കളാണ് SAT ആശുപത്രിയിലെ 1-ാം വാർഡിനു മുന്നിലെ വരാന്തയിൽ വെറും തറയിൽ കിടക്കുന്നത്. പനി ബാധിച്ച അമ്മയ്ക്ക് ചികിത്സ ലഭ്യമാക്കുമ്പോൾ ശിശുക്കളെ കിടത്താൻ മറ്റൊരിടം ഈ ആശുപത്രിയിലില്ല. നവജാത ശിശു പരിചരണം ഏറെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണെങ്കിലും കുഞ്ഞിന്റെ തൂക്കം നിശ്ചയിക്കുന്ന യന്ത്രം മുതൽ എല്ലാം ഈ ആശുപത്രിയിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ചില നുണുക്കുവിദ്യകൾ കാണിക്കുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് സ്ഥിരം സംവിധാനമില്ലെന്നു തന്നെയാണ് SAT ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. നദീർ അജ്മൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.